അധികം 2 ഓവർ എറിയാൻ പറ്റില്ല. 2 ഓവർ എറിഞ്ഞാൽ അതിൻ്റെയും കൂടെ കിട്ടിയാനേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. നിലവിലത്തെ നിങ്ങളുടെ ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്, വളരെ മോശം. ഏത് കളിയാണ് ജയിച്ചിട്ടുള്ളത്? അതേപോലെ തന്നെ ഇംഗ്ലണ്ട് ബോളേഴ്സ്, ആര് ബോളറാണ്? ഇംഗ്ലണ്ട് ബോളേഴ്സ്. പക്ഷെ ജയിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഈ പറയുന്ന പോലെ ഒരു വാശിയും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും കണ്ടുപഠിക്കേണ്ടത്. ബാറ്റിങ്ങില് അവരൊരു പ്ലാറ്റ്ഫോം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ രീതികളും ഒക്കെയും കൊണ്ടുവന്നോളൂ. പക്ഷെ അപ്പോഴും ബേസിക് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് നിങ്ങളിൽ ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും വിലയിരുത്തണം. നിങ്ങൾ ഇവിടെ ഇംഗ്ലണ്ടുമായിട്ടൊരു ജയിക്കണമെങ്കിൽ അവർക്ക് ബോളിംഗ് മാത്രം പോരാ, ബാറ്റിങ്ങിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ടീം തന്നെയാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ. DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ടീം ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, അതായത് എന്താ പറയുക, അവര് ഈ മുന്നോട്ട് വരണം. ഞങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഈ ചെറിയ ടീമിനെ പോലെ കിടന്ന പോരാ, നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഉയർന്നു വരണം. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ലോകോത്തര നിലവാരമുള്ള അതേ ക്രിക്കറ്റ് ഞങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്ന് അതീവമായിട്ട് ആഗ്രഹമുള്ളൊരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പം അവരുടെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് നമുക്കറിയാം, സമീപകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് വരുന്ന ഒരു ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1ാം സ്ഥാനത്ത് തന്നെ ഉണ്ടാകും ഈ പറയുന്ന നമ്മുടെ അഫ്ഗാനിസ്ഥാൻ. അത്രയും ഈ പറയുന്ന പോലെ ഹാർഡ് വർക്കിംഗ് ആയാലും മറ്റുള്ള എടുത്തുനിന്ന് പഠിക്കാനാണെങ്കിലും അതെല്ലാം എടുത്തുകൊണ്ട് ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഒരു ടീം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ടീം തന്നെയാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ. അതുപോലെ ഈ പറയുന്ന പോലെ എല്ലാവരുടെയും യൂണിറ്റിയും, അതുപോലെ തന്നെ അവർക്കൊരു ആഗ്രഹമുണ്ട്, അവർക്ക് കയറി വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വലിയ നെഹിളിപ്പോ കാര്യങ്ങളോ അഹങ്കാരമോ ഒന്നുമില്ലാത്ത ഒരു ടീം തന്നെയാണ് ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഭയങ്കര സ്നേഹമാണ് ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ ടീമിനെ. ഇന്ത്യ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ ടീമിനെയാണ്. അപ്പം അത്രയധികം ഈ പറയുന്ന പോലെ ഉയർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എഫേർട്ട് ഇടുന്ന ടീം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. അതിന്റെ റിസൾട്ട് അവർ കണ്ടു എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിനെ പോലൊരു ടീമിനെ ശരിക്കും പരാജയപ്പെടുത്തുക എന്നുള്ളത്. കാരണം അവർക്ക് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ ഏറ്റവും മികച്ചൊരു കാര്യം എന്താണ്? അവരുടെ ബോളിംഗ് സൈഡ് തന്നെയാണ് ബാറ്റിംഗ് സൈഡിനേക്കാൾ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത്. ഇവിടെ ഇംഗ്ലണ്ടുമായിട്ടൊരു ജയിക്കണമെങ്കിൽ അവർക്ക് ബോളിംഗ് മാത്രം പോരാ, ബാറ്റിങ്ങിലും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധം അവർക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോളിങ്ങിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാറ്റിങ്ങിലൂടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ്. ഫസ്റ്റ് ബാറ്റിങ്ങിൽ അവരൊരു പ്ലാറ്റ്ഫോം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഞങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് എറിഞ്ഞിടാനും അല്ലെങ്കിൽ എങ്ങനെ പോയാലും ജയിക്കാൻ പറ്റുന്ന ഒരു സ്കോർ നമുക്ക് ഉണ്ടാക്കണം. അത് അതേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിക്കും അവരെ നമുക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വരും. അത്രയും ഈ പറയുന്ന പോലെ 2 ഡിപ്പാർട്ട്മെന്റ്, ബോളിംഗ് ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിക്കോട്ടെ, 2 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് നല്ലപോലെ ഉണ്ടാകുന്നു. അവർ നല്ലപോലെ ശ്രമിക്കുന്നു. കാരണം ഒരു വിജയം അവർക്ക് ആവശ്യമാണെന്ന് വരുമ്പോൾ ആ വിജയം ഞങ്ങൾക്ക് എങ്ങനെ പോയാലും ഞങ്ങൾ ആ വിജയം നേടിയെടുക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയമുണ്ട് എല്ലാവർക്കും. 1, 2, 3 പേർക്കല്ല, ആ ഹോൾ ടീമിനും. അവരുടെ ഈ പറയുന്ന പോലെ സപ്പോർട്ടിങ് സ്റ്റാഫിന്, അവരുടെ കോച്ചസ്, ഈ പറയുന്ന പോലെ അവരുടെ ആരാധകര്, എല്ലാവർക്കും അതേ വികാരം. നമുക്ക് എങ്ങനെയും ജയിച്ചേ പറ്റൂ, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു ആഗ്രഹം. അതാണ് ശരിക്കും പറഞ്ഞത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും കണ്ടുപഠിക്കേണ്ടതാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും കണ്ടുപഠിക്കണം. കാരണം എന്താ വെച്ചാല് ബംഗ്ലാദേശ് കഴിഞ്ഞ കളിയിൽ അവർക്ക് നല്ലൊരു ഈ പറയുന്ന തുടക്കം ലഭിച്ചതാ. ഈ പറയുന്ന ന്യൂസിലാൻഡുമായിട്ട് 8.5 ഓവറിൽ 45 റൺ എന്നുള്ള നിലയിൽ നിന്നും അവര് 223 റൺസ് കണ്ടെടുക്കാൻ അവർക്ക് പറ്റിയുള്ളൂ. നല്ലൊരു തുടക്കം കിട്ടിയിട്ട് ഷാൻഡോയുടെ കൂടെ അവിടെ നിന്ന് കളിക്കാൻ ആരും ഇല്ല, അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല. 77 റൺസ് ഷാൻഡോ എടുത്തു 110 ബോളിൽ. ആ ക്യാപ്റ്റൻ എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം വിട്ടു. പക്ഷെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഈ പറയുന്ന പോലെ മുഷ്ഫിഖ് റഹീം, അതുപോലെ മുഹമ്മദുള്ള, ഇവരൊക്കെ എക്സ്പീരിയൻസ് ബാറ്ററാണ്. ഇവരൊക്കെ വന്നിട്ട് അവിടെ എന്താണ് കാണിക്കുന്നത്? ഈ ബംഗ്ലാദേശ് ചാമ്പ്യൻസ് ട്രോഫി ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യം ഇതാണ്: ഞങ്ങൾ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്, ഞങ്ങളെല്ലാവരും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏത് ടീമിനെയും ഏത് സമയത്തും ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ഈ പറയുന്ന പോലെ ഇത് പറഞ്ഞിട്ടാണ് അവര് ഏതിലോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് എവിടാണ്? പക്ഷെ ഈ പാകിസ്ഥാനെ നോക്കണം.
നല്ലൊരു ടീം എന്ന് പറയാനായിട്ടുള്ള ഒരു ഇതുണ്ട് അവർക്ക്. പക്ഷേ അങ്ങനെ മികച്ചൊരു പ്ലേയിങ് ഇലവനെ മീൻസ് ഉണ്ടാക്കിയെടുക്കാനോ അവരുടെയും ഭാഗത്തു നിന്നുള്ളൊരു പ്രകടനം എത്ര 100% എല്ലാവരും ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 0 to 10% മാത്രമേ എല്ലാവരും ഇടുന്നുള്ളൂ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇല്ലേ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ടീം അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. പക്ഷെ ജയിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഈ പറയുന്ന പോലെ ഒരു വാശിയും അത് തന്നെയാണ് അവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ പോലും ആയിട്ടാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലണ്ടിനും ഒരു ജയം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഈ പറഞ്ഞ ചെറിയ ടീം എന്നുള്ളൊരു ദാക്ഷിണ്യ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ നിൽക്കത്തില്ല. അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് ഇംഗ്ലണ്ട് കളിക്കാൻ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും ഇംഗ്ലണ്ടിനെ ഈ പറയുന്ന പോലെ അവിടെ കുത്തിക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് അഫ്ഗാനിസ്ഥാൻ ടീം ഇട്ട എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു എഫേർട്ട് തന്നെയാണ്. അതിനകത്ത് ഒന്നും പറയാനില്ല. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി എടുത്ത അല്ലെങ്കിൽ പിടിച്ചു മേടിച്ച ആ ഒരു വിജയം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെത്. ഇവിടെ നമുക്ക് നോക്കാം, അഫ്ഗാനിസ്ഥാന്റെ തുടക്കം തന്നെ ഈ പറയുന്ന വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. 37-3 എന്നുള്ള നിലയിലോട്ട് അവർ കൂപ്പുത്തി. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താണ്, ശരിയാണ് ഈ മത്സരത്തിൽ അഫ്ഗാൻ തോറ്റു, എത്രയൊക്കെ പറഞ്ഞാൽ അഫ്ഗാൻ തന്നെ ആണെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ പറഞ്ഞ എനിക്കും ഉണ്ടായി, ഓക്കെ അഫ്ഗാനിസ്ഥാൻ ഈ മത്സരത്തിൽ ജയിക്കത്തില്ല, കാരണം ഇംഗ്ലണ്ട് ഓൾറെഡി തുനിഞ്ഞിറങ്ങിയിരിക്കുക. അപ്പൊ അമ്മാരെന്തായാലും ജയിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് തന്നെ ഈ പറയുന്ന പോലെ ഇത്രയും നല്ലൊരു ബോളിംഗ് സൈഡൊക്കെ ഉണ്ട് ഇംഗ്ലണ്ടിന്, അപ്പം ജയിക്കാൻ സാധ്യതയില്ല എന്ന് ഞാനും വിചാരിച്ചു, കാരണം 37-3. പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ ഇബ്രാഹിം സദ്രാൻ പുറത്തെടുത്തൊരു ഈ പ്രകടനമുണ്ട്. അദ്ദേഹം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഷാഹിദിയെ പേര് അഷ്മത്തുള്ള ഷാഹിദിയെ കൂട്ടുപിടിച്ചുകൊണ്ട് 37-3 എന്നുള്ള നിലയിൽ നിന്ന് 140-4 എന്നുള്ള നിലയിലോട്ട് മാറ്റുകയാണ്. അതായത് ഒരു 104 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഇവർ രണ്ടും ചേർന്നിട്ട് ഉണ്ടാക്കുകയാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാല് ശരി ഞങ്ങളുടെ തുടക്കം നമുക്ക് അങ്ങനെ പാളിപ്പോയി, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മീൻസ് പതറാതെ അവിടെ നമുക്ക് ബാക്കി എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. അവർ റൺ റേറ്റ് ഉയർത്തുന്നതും അവരുടെ ഓരോ ഷോട്ടുകളും ഒക്കെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ചുമ്മാ ഉള്ള അടിയോ കാര്യങ്ങളോ ഒന്നും അല്ല, വളരെ നോക്കിയും കണ്ടും നല്ല ബോളുകൾ ഈ പറയുന്ന അതിന്റെ റെസ്പെക്ട് കൊടുത്തും മോശം ബോളുകളെ ഈ പറയുന്ന പോലെ ശിക്ഷിച്ചും അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പാർട്ട്ണർഷിപ്പ് 104 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായതിനു ശേഷവും അടുത്തുനിന്നും അവരൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അടുത്ത് ഈ അഷ്മത്തുള്ള ഒമർ ഷായെ കൂട്ടുപിടിച്ചിട്ട് വീണ്ടും ഇബ്രാഹിം 72 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ചേർക്കുന്നത്. ഒമർ ഷായ ആണെങ്കിൽ 31 ബോളിൽ 41 റൺസാണ് എടുത്തത്. എല്ലാവരുടെയും ഇന്റന്റ് നോക്കണം, അല്ലാണ്ട് കൊട്ടി നിന്ന് എങ്ങനെയൊക്കെ റൺ എടുക്കുക എന്നുള്ളതല്ല. ഞങ്ങൾക്ക് നല്ലൊരു റണ്ണ് വേണം, ഞങ്ങൾക്ക് 300 മണ്ടയ്ക്ക് ഒരു റണ്ണ് വേണം, കിട്ടിയിരിക്കണം. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് എത്രത്തോളം ഞങ്ങൾ നിൽക്കണം, ആ രീതിയിൽ തന്നെയാണ് അവർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നബി വരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. നോക്കണം ഈ ബംഗ്ലാദേശിന്റെ എക്സ്പീരിയൻസ് എന്താ, മുഷ്ഫിഖർ റഹീമും മുഹമ്മദുള്ളയൊക്കെ നോക്കണം. അറിയാവോ, അവരുടെ ടീമിന്റെ ഗ്രാൻഡ് ഫാദർ എന്നാണ് മുഹമ്മദ് നബി അറിയപ്പെടുന്നത്. കാരണം അത്ര 40 വയസ്സോളം ഉണ്ട് പ്രായം, എന്നിട്ട് പുറത്തെടുത്ത പ്രകടനം നോക്കുക, കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. നോക്ക് 21 ബോളിൽ 40 റൺസ്. അവിടെ വീണ്ടും ഇബ്രാഹിം സദ്രാന്റെ കൂടെ ചേർന്നിട്ട് 111 റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് വീണ്ടും അഫ്ഗാനിസ്ഥാൻ അവിടെ നേടുകയാണ്. അതും 6-7 വിക്കറ്റിലെ പാർട്ട്ണർഷിപ്പാണ് ഈ പറയുന്നത്. അപ്പോ ഇവരുടെ ഒരു മനോഭാവം, ഞങ്ങൾക്ക് ബോളിംഗ് മാത്രം ആശ്രയിച്ചാൽ പോരാ, ഞങ്ങൾക്ക് നല്ലൊരു ടോട്ടൽ നമുക്ക് ഉണ്ടാക്കണം. അതിന് ബാറ്റർ എന്നുള്ള നിലയിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു അധ്വാനം, ആ ഒരു വർക്ക്, ആ ഒരു മനസ്സ്, ആ ഒരു വാശി, അതെല്ലാം അവർ പുറത്തെടുത്തു. അതാണ് അവരുടെ ഒരു നല്ല മികച്ച രീതിയിലുള്ളൊരു ഈ പറയുന്ന ഒരു ഇതിലോട്ട് വരാനായിട്ട്, അതായത് ഒരു ടോട്ടലിലോട്ട് വരാൻ 325 എന്നുള്ളൊരു ടോട്ടല് ഇംഗ്ലണ്ടിനെതിരെ ഇങ്ങനൊരു ടോട്ടൽ എടുക്കുകയാണ്. അത് ഇത്രയും ഈ പറയുന്ന പോലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചില്. അതേപോലെ തന്നെ ഇംഗ്ലണ്ട് ബോളേഴ്സ്, ആര് ബോളർ, ഇംഗ്ലണ്ട് ബോളേഴ്സ്, ഇംഗ്ലണ്ട് വലിയ ടീമാണ്, ഇതാണ് പേപ്പറിൽ നിങ്ങളുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ വളരെ വലുതായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഈ നിലവിലത്തെ നിങ്ങളുടെ ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്, വളരെ മോശം. ഏത് കളിയാണ് ജയിച്ചിട്ടുള്ളത്? ഇപ്പൊ അടുപ്പിച്ച് ഏകദേശം 5 കളി കൊണ്ടാണ് ഇന്ത്യയുമായിട്ട് 3 ODI തോറ്റു. അതേപോലെ തന്നെ ഇപ്പം ഓസ്ട്രേലിയയായിട്ടും തോറ്റു. ഓസ്ട്രേലിയയായിട്ട് 350 അത്ര റൺസ് അടിച്ചു കൂട്ടിയിട്ടും അവരുടെ ബോളേഴ്സിന് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ചിന്തിക്കണം നിങ്ങൾ ഈ ബേസ്ബോൾ അപ്രോച്ചും നിങ്ങൾ ഈ വലിയ കാര്യങ്ങളും പുതിയ ഈ പറയുന്ന പോലെ തന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ബേസിക് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് നിങ്ങൾ കളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലാണ്ട് നിങ്ങൾ ബേസ്ബോളോ നിങ്ങൾ പുതിയ കൊണ്ടുവന്നോളൂ, നിങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ രീതികളും ഒക്കെയും കൊണ്ടുവന്നോളൂ.
പക്ഷെ അപ്പോഴും ബേസിക് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് നിങ്ങൾ ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും വിലയിരുത്തണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് നല്ലൊരു ബോളിംഗ് സൈഡ് ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ബാറ്റിംഗ് സൈഡ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല കോച്ചസ്, കാര്യങ്ങൾ, ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു പ്രകടനം? ആരാണ് നിങ്ങൾക്ക് കഴിവില്ലാത്ത ആരാണ് ഇംഗ്ലണ്ട് ടീമിലുള്ളത്? പക്ഷെ എന്നിട്ടും ഇത്ര മോശമായിട്ടുള്ള ഒരു പ്രകടനം. പക്ഷെ അത് ഒന്നും പറയാനില്ല. അഫ്ഗാനിസ്ഥാൻ ടീം ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഏഷ്യയിലെ ഇന്ത്യ കഴിഞ്ഞ രണ്ടാമത്തെ ബെസ്റ്റ് ടീം. അത് പാകിസ്ഥാനോ ഈ പറഞ്ഞ ബംഗ്ലാദേശോ ഒന്നുമല്ല, ശ്രീലങ്ക ഒന്നുമല്ല. നമ്മളുടെ ഏഷ്യയിൽ നിന്നുള്ളത് ഇന്ത്യ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ഏറ്റവും ബെറ്റർ ടീം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. നോ ഡൗട്ട്, അതിനകത്ത് ഒരു സംശയമില്ല. ഇവിടെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗിൽ ബോളിംഗിൽ ആരുമില്ല. ആർച്ചർ ആദ്യം വന്നപ്പോഴത്തേനും ഈ പറയുന്ന പോലെ അഫ്ഗാൻ ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ മണ്ടയ്ക്ക് കുതിര കയറി വിക്കറ്റുകളൊക്കെ എടുത്തപ്പോൾ അതിന് ഭയങ്കര അഹങ്കാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവസാനം എന്തായി, 10 ഓവറിൽ 64 റൺസാണ് വിട്ടുകൊടുത്തത്. 3 വിക്കറ്റ്. 3 വിക്കറ്റൊക്കെ നല്ല തന്നെ, പക്ഷെ 64 റൺസ് കൊടുത്തു. വുഡ് 8 ഓവറിൽ 50 റൺസ്. അദ്ദേഹത്തിന് പിന്നെ ഏകദേശം ലാസ്റ്റിൽ പരിക്കൂടെ പറ്റിയതുകൊണ്ട് അധികം 2 ഓവർ എറിയാൻ പറ്റില്ല. 2 ഓവർ എറിഞ്ഞാൽ അതിന്റെയും കൂടെ കിട്ടിയാനെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. 8 ഓവറിൽ 50 റൺസ് വിക്കറ്റിലില്ലാണ്ട്. പിന്നെ ഓവർടൺ 10 ഓവറിൽ 72. ആദിൽ റഷീദ് 10 ഓവറിൽ 60. റൂട്ട് 7 ഓവറിൽ 47. ലിവിങ്സ്റ്റൺ 5 ഓവറിൽ 28. ഇതിനകത്ത് ഈ ലിവിങ്സ്റ്റൺ മാത്രമേ ഉള്ളൂ, അത് 5 ഓവർ എറിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. 5.6 അതായത് 5 എക്കോണമി നിൽക്കുന്നു. ബാക്കി എല്ലാവരും 6 മണ്ടക്കിലാണ് എക്കോണമി വരുന്നത്. അതായത് ആരും തന്നെ അവിടെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ബാറ്റിങ്ങിലാണെങ്കിലും റൂട്ട് മാത്രമാണ് അവരുടെ ബോളേഴ്സിനെ നല്ല രീതിയിൽ നേരിട്ട് പിടിച്ചു നിന്നത്. 120 റൺസ് റൂട്ട് എടുത്തു. പക്ഷെ ആ ഒരു ഇന്നിങ്സ് പോരായിരുന്നു. വേറെ ആരും, ബട്ട്ലർ കുറച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത്രയും വേണ്ട ഒരു ബാറ്റിംഗ് പ്രകടനം നല്ല കാഴ്ചവെച്ചതും വേറെ ആരും ഈ പറയുന്ന കൂടെ നിൽക്കാനായിട്ട് ഇല്ലായിരുന്നു. റൂട്ടിന്റെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ ഫെയിലായി. അതുപോലെ തന്നെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും 5 വിക്കറ്റ് പ്രകടനം ഒമർ സായി നേടി. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. ഫറൂഖി മാത്രമാണ് കുറച്ച് റൺസ് വിട്ടുകൊടുത്തത്. 10 ഓവറിൽ 62 റൺസ്, 1 വിക്കറ്റ് നേടി. ഒമർ സായി നോക്കുക 9.5 ഓവറിൽ 58 5 വിക്കറ്റ്. നബി എടുത്തു പറഞ്ഞ 8 ഓവറിൽ 57 2 വിക്കറ്റുകൾ. ക്രൂഷ്യൽ ആയിട്ടുള്ള, അതും പവർ പ്ലേയിലാണ് 2 വിക്കറ്റുകൾ നേടിയിട്ടുള്ളത്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പവർ പ്ലേയിൽ 1 വിക്കറ്റ് ആണെന്ത്, 2 ആണോ 1 ആണോ, 1 വിക്കറ്റ് എന്തായാലും പവർ പ്ലേയിൽ നേടിയിട്ടുണ്ട്. റഷീദ് ഖാൻ 10 ഓവറിൽ 66 റൺസ് വിട്ടുകൊടുത്തു. നൂർ അഹമ്മദ് 10 ഓവറിൽ 51. അപ്പം ഇവരെല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു ബെസ്റ്റ് പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു വിജയം അവർക്ക് ഈ പറയുന്ന ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തുകൊണ്ട്. 8 റൺസിന്റെ വിജയമാണ്, 8 റൺസിന്റെ. കാരണം 325 പോലൊരു റൺസ്, അത്ര റൺസ് എടുത്തിട്ടും ഇംഗ്ലണ്ട് പോലൊരു ടീമാണ്. അവരുടെ 8 റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അടുത്ത മത്സരം അവർക്ക് അഫ്ഗാനിസ്ഥാൻ ആസ്ട്രേലിയ ആയിട്ടാണ്. ആസ്ട്രേലിയയെ തോൽപ്പിച്ചാല് അവര് ആ ഗ്രൂപ്പിൽ നിന്നും സെമിഫൈനലിലോട്ട് കളിക്കാൻ വരിക. ഒറ്റ മത്സരം ജയിച്ചാൽ മതി, ഒറ്റ മത്സരം. അപ്പം അത്രയും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് അത് ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. ഈ സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ ഈ പറഞ്ഞ കോച്ചസിനെയൊക്കെ നമ്മൾ എടുത്തു പറയണം. ഇപ്പം ജോനാഥൻ ട്രോട്ട് അവരുടെ ഹെഡ് കോച്ചാണ്. അതുപോലെ തന്നെ ഹമീദ് ഹസൻ ബൗളിംഗ് കോച്ച്, ആൻഡ്രൂ പുട്ടിക് ബാറ്റിംഗ് കോച്ച്, ഷോൺ മക്ഡർമോട്ട് ഫീൽഡിംഗ് കോച്ച്. ഇവരൊക്കെ എടുത്തു പറയണം. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഇന്നത്തെ കൊടുത്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയട്ടെ, ബംഗ്ലാദേശ് പാകിസ്ഥാൻ നിങ്ങൾ ഒരു അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ മുന്നിൽ പോലും ഉയരാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലെന്നുള്ളതാണ്. അറിയാം, അത്രയും മോശമായിട്ടുള്ള പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടുപഠിക്കണം അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഒരു ടീം എന്ന നിലയിൽ കളിച്ചു വരുന്നത് എന്നുള്ളത് കണ്ടുപഠിക്കണം. ബംഗ്ലാദേശ് നിങ്ങളൊക്കെ വലിയ ടീമാന്ന് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും കണ്ടുപഠിക്കണം. പാകിസ്ഥാനൊക്കെ എവിടെയാണ് ഒരു ഇന്റന്റ് കാണിക്കുന്നത്? എപ്പോഴാണ് ഇന്റന്റ് കാണിക്കുന്നത്? ടെസ്റ്റ് കളിക്കുന്ന പോലെ തന്നെ ടെസ്റ്റിലും മോശമായിട്ടുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനൊക്കെ. അവിടെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നും പറയാനില്ല. ബെസ്റ്റ് ടീം, ഏഷ്യയിലെ ബെസ്റ്റ് ടീം, ഇന്ത്യ കഴിഞ്ഞാൽ ബെസ്റ്റ് ടീം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. ഒരു സംശയമില്ല. എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഒരു വലിയൊരു ഒരു വരവ്, ഒരു അട്ടിമറി എന്നൊന്നും പറയുന്നില്ല ഇതിനെ. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടാലന്റ് ഉണ്ട്. കാരണം നിങ്ങൾ ഇന്നും ഇന്നലെയല്ല, നിങ്ങൾ പല മത്സരങ്ങളിലും പല ടൂർണമെന്റുകളിലും നിങ്ങൾ പല
വമ്പന്മാരെ നിങ്ങൾ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നിങ്ങൾ തിരിച്ചു വരാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഒരു ജയം എടുക്കാൻ കെൽപ്പുള്ള ഒരു ടീം തന്നെയാണെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് നിങ്ങൾ വലിയൊരു അത്ഭുതമൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾക്കുള്ളിലുള്ള ഒരു ടാലന്റ്, കാരണം IPL കളിക്കുന്ന കുറച്ച് ചുരുക്കം ചില ആൾക്കാരുണ്ട് അഫ്ഗാനിസ്ഥാൻ ടീമിൽ. അവരുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുത്തുകൊണ്ട് എന്താ പറയാ, ഓരോ സ്ഥലത്തും ഓരോരുത്തരും മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു യൂണിറ്റി എല്ലാം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവരുടെ ആരാധകർക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇന്ത്യക്കാർക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. എന്തായാലും അടുത്ത ഓസ്ട്രേലിയയിലുള്ള മത്സരം കൂടെ ജയിച്ചിട്ട് അവർക്ക് ഈ പറയുന്ന സെമി ഫൈനലിലോട്ട്, ആ ഒരു അടുത്ത ലെവലിലോട്ട്, ഘട്ടത്തിലോട്ട് കയറാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു മത്സരത്തിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.